കാറ്റത്തെ കിളിക്കൂടിയിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നിധി ഓഫീസിലെത്തുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷ് നിധിയെ വിളിക്കുന്നുണ്ട്. ഫോണെടുത്ത് ഹലോ ചേട്ടാ എന്താ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് നിനക്ക് സുഖമല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട് എനിക്ക് സുഖമാണ്, സുഭാഷ് ഏട്ടന് സുഖമാണോ? എനിക്കും സുഖം തന്നെ. പക്ഷേ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചോ? ഇപ്പോൾ നിനക്ക് നന്നായി വർക്കുള്ള സമയമായിരിക്കുമല്ലോ. പക്ഷെ ഞാനത് ചിന്തിച്ചില്ല മോളെ. ഞാൻ പെട്ടെന്ന് നിന്നെ വിളിച്ച് നിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. ഇത് കേട്ട് നിധി പറയുന്നുണ്ട് ഇല്ല അതൊന്നും കുഴപ്പമില്ല മോളെ. ഹോസ്റ്റലിലെ ജീവിതം എങ്ങനെയുണ്ട്? അത് ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ ചേട്ടാ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാവും എന്ന് നിധി പറയുന്നുണ്ട്. ശരി മോളെ, നിനക്കവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഹോസ്റ്റൽ ജീവിക്കാൻ പറ്റില്ല എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ നിനക്ക് ഏത് സമയത്തും ഈ വീട്ടിലേക്ക് വരാം. അത് വിചാരിച്ച് ഞാൻ ഇവിടെ നിന്നെ നിൽക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു എന്ന് നിനക്ക് തോന്നാൻ പാടില്ല. നിനക്കവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ നിനക്ക് എന്നെ വിളിക്കാം. സന്തോഷത്തോടെ തന്നെ നിനക്കിവിടെ ജീവിക്കുകയും ചെയ്യാം. അതിന് ഒരു പ്രശ്നവുമില്ല മോളെ. എന്താവശ്യമുണ്ടെങ്കിലും നീ ഈ ചേട്ടനെ വിളിക്കണം. ആ ശരി സുഭാഷ് ഏട്ടാ. അല്ല നമ്മുടെ നികേഷ് എങ്ങനെ, സുഖമായിട്ടിരിക്കുന്നോ എന്ന് നിധി ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട് അവൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമില്ലാതിരിക്കില്ലല്ലോ. അവന് അതെല്ലാം മാറാൻ കുറച്ച് സമയമെടുക്കും. അവൻ ചെറുപ്പമല്ലേ, പെട്ടെന്ന് അവനെയൊന്നും മറക്കാൻ കഴിയില്ല. ശരി സുഭാഷ് ഏട്ടാ, അവന് നന്നായി നോക്കണേ എന്ന് നിധി പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ. പിന്നെ നീ നന്നായി ഭക്ഷണം കഴിക്കുകയും ഉറങ്ങിയുമൊക്കെ ചെയ്യണം കേട്ടോ. ഒന്നും ഓർത്ത് വിഷമിച്ചിരിക്കാൻ പാടില്ല. ശരി മോളെ, എന്നാൽ ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് ഫോൺ കട്ട് ചെയ്യാണ്. സുഭാഷിൻ്റെ കോള് വന്നതിന് ശേഷം നിധി വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് സുഭാഷ് പറഞ്ഞതെല്ലാം നിധിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. മോളെ നീ സുഖമായിട്ടിരിക്കണം, എന്ത് വിഷമമുണ്ടെങ്കിലും ഈ ചേട്ടനെ വിളിക്കാൻ മറക്കരുത്, നീ നന്നായിട്ടിരിക്കണം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞതാണ് നമ്മുടെ നിധിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നത്. ജോലി കഴിഞ്ഞ് കുറച്ച് വൈകിയാണ് സുഭാഷ് വീട്ടിലെത്തുന്നത്. അകത്ത് ലൈറ്റ് കാണാത്തത് കൊണ്ട് സുഭാഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അല്ല ഈ സുധീഷ് ഇവിടെ എവിടെ പോയി കിടക്കുകയാണ്, ഇവനിത് രാത്രിയായാലും ലൈറ്റ് ഇടാൻ അറിയത്തില്ലേ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അകത്ത് ലൈറ്റ് ഇടുവാണ്. അന്നേരം താഴെ കിടക്കുന്ന നികേഷിനെ കാണുന്നുണ്ട്. അല്ല നികേഷേ, നിന്റെ പനി കുറഞ്ഞില്ലേ? നീ ഗുളിക കഴിച്ചില്ലേ? എന്താ ഈ ലൈറ്റൊന്നും ഇടാഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെ തൊട്ടു നോക്കുകയാണ്. നികേഷിന് നന്നായി പനിക്കുന്നുണ്ട്. ഇത് കണ്ട് സുഭാഷ് പറയുന്നുണ്ട്, എടാ നികേഷ് നിനക്ക് നന്നായി പനിക്കുന്നുണ്ടല്ലോ, ഗുളിക കഴിച്ചിട്ടും കുറഞ്ഞില്ലേ? അല്ല ഈ സുധീഷ് ഇതെവിടെ പോയി കിടക്കുക? എടാ സുധീഷേ എന്നിങ്ങനെ നീട്ടി വിളിക്കുന്നുണ്ട്. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, ചേട്ടാ അതിന് സുധീഷ് ചേട്ടാ ഇവിടെ ഇല്ല. എന്ത്, അവനിവിടെ ഇല്ലെന്നോ? അതെ ചേട്ടാ, സുധീഷ് ചേട്ടൻ ഇവിടെ ഇല്ല. രാവിലെ തന്നെ ഇവിടെ നിന്നും പോയി. എന്ത് രാവിലെ പോയെന്നോ? അപ്പോൾ രാവിലെ മുതൽ നീ ഇവിടെ തനിച്ചാണോ? അതെ ഞാൻ തനിച്ചാണെന്ന് നികേഷ് പറയുന്നുണ്ട്. മോനെ നീ ഭക്ഷണം കഴിച്ചോടാ, നിനക്കൊന്ന് എന്നെയൊന്നും വിളിക്കാമായിരുന്നില്ലേ? രാവിലെ മുതൽ ഇത്രയും സുഖമില്ലാതിരിക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ നികേഷ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു. ശരി മോനെ, നീ എഴുന്നേറ്റിരിക്കെ, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും തുണിയും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് നികേഷിനെ എഴുന്നേറ്റിരിപ്പിച്ച് മേലെല്ലാം തുടച്ച് നെറ്റിലൊരു നനഞ്ഞ തുണിയിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അവനിന്നിങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ അവൻ്റെ കൈയും കാലും ഒടിക്കും. കുറച്ച് സമയം കഴിഞ്ഞിട്ടും നികേഷിൻ്റെ പനി കുറയാത്തത് കൊണ്ട് സുഭാഷ് നികേഷിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. നിധി ഹോസ്റ്റലിലെത്തി ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്ന സമയത്ത് ഹോസ്റ്റലിലെ പെൺകുട്ടികളെല്ലാവരും ഓരോ പേപ്പർ എടുത്ത് നിധിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നിധി ആകാംക്ഷയോടുകൂടി അതിലേക്ക് നോക്കുകയാണ്. എല്ലാ പേപ്പറിലും സോറി, ഐ ആം വെരി സോറി എന്ന് എഴുതിയിരിക്കുന്നു. അത്ഭുതത്തോടു കൂടി നിധി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്ത് പറ്റി? എല്ലാവരും ഇങ്ങനെ സോറി, ഐ ആം വെരി സോറി എന്നൊക്കെ എഴുതിയ പേപ്പർ എനിക്ക് തന്നിരിക്കുന്നു, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അവർ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ എഴുതിയതല്ല, അന്ന് നിന്നെ കാണാൻ വേണ്ടി ഒരാളിവിടെ വന്നില്ലേ, അയാൾ തന്നതാണ്. നിധി സത്യം പറയാമല്ലോ, എനിക്കുമുണ്ടൊരു ബോയ് ഫ്രണ്ട്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കിട്ടതിന് ശേഷം ഇനി ഞാൻ നിന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് പറയാറ്, മിണ്ടില്ലെങ്കിൽ മിണ്ടണ്ട, നീ എങ്ങോട്ടോ നീ വെച്ചാൽ പൊയ്ക്കോ എന്ന് പറയും. പിന്നീട് അവൻ എന്നെ തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ നിൻ്റെ ആളുണ്ടല്ലോ, എത്ര ക്രിയേറ്റീവായി ചിന്തിച്ചിട്ടാണ് നിന്നോട് സോറി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കവനോട് ക്ഷമിച്ചൂടെ? ഇത് കേട്ട് മറ്റൊരു പെൺകുട്ടി നിധിയോട് പറയുന്നുണ്ട്, ശരിയാ, എത്ര ദിവസമായി സോറി ചോദിക്കുന്നു?
ഇതുപോലൊരാളെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. ആള് ജെനുവിനാണ്. ഇതിലും ഇതേ നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് അയാളോട് ക്ഷമിച്ചൂടെ? ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ദിവ്യയും നിധിയോട് ചോദിക്കുന്നുണ്ട്. ശരിയാ നിധി, ഞാനും ചോദിക്കാനിരിക്കുകയായിരുന്നു, നിങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? ഇത് കേട്ട് നിധി തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പേഴ്സ് എല്ലാം ദിവ്യയുടെ കയ്യിൽ കെടുത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. നിധി റൂമിൽ ചെന്നിരുന്ന് ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് ജനലിൻ്റെ അടുത്തേക്ക് ചെന്ന് താഴേക്ക് നോക്കുവാണ് അവിടെ സുധീഷ് നിൽക്കുന്നുണ്ടോയെന്ന്. അപ്പോഴാണ് സോറി എന്നെഴുതിയ ഒരു ബോർഡ് അവിടെ മണ്ണിൽ കുഴിച്ചു വെച്ചിരിക്കുന്നത് നിധി കാണുന്നത്. നിധി ചുറ്റുപാടും നോക്കുന്നുണ്ട്, പക്ഷേ സുധീഷിനെ അവിടെയൊന്നും കാണുന്നില്ല. അപ്പോഴേക്കും ദിവ്യ നിധിയുടെ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. ദിവ്യ നിധിയോട് ചോദിക്കുന്നുണ്ട്, നീ ഭക്ഷണം കഴിക്കാനല്ലേ അങ്ങോട്ടേക്ക് വന്നത്, എന്നിട്ടെന്താ കഴിക്കാണ്ട് പോകുന്നത്? അത് എനിക്ക് വിശക്കിപ്പില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിധി. അന്ന് ഇയാളല്ലേ ഓഫീസിൽ വന്ന് നിന്നെ ആരോ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ അടുത്തും വഴക്കുണ്ടാക്കിയത്. അതിൽ നിന്ന് തന്നെ നിന്നോട് അയാൾക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അല്ല, ഇതാരാള്? നിന്റെ റിലേറ്റീവാണെന്നല്ലേ പറഞ്ഞത്? നിന്റെ മാമിയുടെ മോനാണോ? അല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ്? ഇത്രമാത്രം സോറി ചോദിക്കണമെങ്കിൽ അതിന് മാത്രം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ കാര്യമെന്ന് ദിവ്യ ചോദിക്കുകയാണ്. ഏയ്, അങ്ങനെയൊന്നുമില്ല എന്ന് നിധി പറയുന്നുണ്ട്. ഇത് കേട്ട് ദിവ്യ പറയുന്നുണ്ട്, അല്ല, ആളെ കണ്ടിട്ട് അത്ര മോശക്കാരനൊന്നുമല്ല. പിന്നെ ക്യാരക്ടറാണെങ്കിലും നല്ല ക്യാരക്ടർ. നിന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടായിട്ടാ പിറകെ നടന്നിങ്ങനെ സോറി ചോദിക്കുന്നത്? ഇതുപോലെ ജനുവനായിട്ടുള്ള ഒരാളെ സ്നേഹിക്കുന്നതിന് നീ എന്തിനാ ഇത്രയ്ക്കിങ്ങനെ ആലോചിക്കുന്നത്? അവനോട് പറഞ്ഞില്ലെങ്കിലും നിന്നോടൊപ്പം ഒരേ ഓഫീസിൽ ജോലി ചെയ്യുകയും ഒരേ ഹോസ്റ്റൽ താമസിക്കുകയും ചെയ്യുന്ന എന്നോട് നിനക്ക് പറഞ്ഞൂടെ? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നീ എന്തിനാ അവനെ ലവ് ചെയ്യാതിരിക്കുന്നത്? ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ദിവ്യ, നീ ഇത് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ ലവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അവൻ വേറൊരു തെറ്റെന്നോട് ചെയ്തു, അതിന് ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് എൻ്റെ പിറകെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ. നീ അത് വിട്ടേക്ക്. ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ റൂമിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. ദിവ്യ പോയതും നിധിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നിധിയുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി ഇങ്ങനെ കടന്നു വരികയാണ്. സുധീഷ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതും ഭാസ്കരൻ നിധിയോട് ഹോസ്റ്റലിൽ വന്ന് പറഞ്ഞ കാര്യവും നിധിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഭാസ്കരൻ പറഞ്ഞത്, നിധി, നീ അവനെ ഭർത്താവായി കണ്ടിട്ടില്ലെങ്കിലും അവനോട് നിന്നോട് സ്നേഹമുണ്ടെങ്കിലോ അവൻ നിന്നെ ഭാര്യയായാണ് മനസ്സിൽ കരുതുന്നതെങ്കിലോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങ് ചിന്തിച്ചപ്പോൾ നിധി പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെ എങ്ങനെയാ ശരിയാവുന്നത്? അതൊന്നും ശരിയാവില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബെഡിലേക്ക് അങ്ങ് ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഉറക്കം വരുന്നില്ല. കണ്ണടച്ച് കിടക്കുമ്പോൾ സുധീഷ് അവൾക്ക് വണ്ടി വാങ്ങിക്കൊടുത്തതും അങ്ങനെ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഓരോ നല്ല കാര്യങ്ങളും ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിധി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ആദ്യമൊന്നും ഇവർക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ മാത്രം എന്താ അവൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പതിയെ എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് ചെന്ന് താഴേക്ക് നോക്കുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് അവിടെ നിൽക്കുന്നതായി നിധിക്ക് തോന്നുന്നുണ്ട്. കണ്ണൊന്ന് തുടച്ച് പിന്നെയും താഴേക്ക് നോക്കുന്ന സമയത്ത് സുധീഷിനെ കാണുന്നില്ല. ചുറ്റുപാടും നോക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ തോന്നലാണ് ഇതൊക്കെയെന്ന് നിധിക്ക് മനസ്സിലാവുന്നത്. രാത്രി കുറച്ച് വൈകി സുഭാഷും ഹരീഷും നികേഷിനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സുധീഷ് ഇത് കണ്ട് ചോദിക്കുകയാണ്, അല്ല, എന്തു പറ്റിയുടെ നികേഷ്? ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, ദേ മിണ്ടാതിരുന്നോളണം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് കേട്ട് സുധീഷിന് ദേഷ്യം വരുവാണ്. നീ എന്തിനാടാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത്, നികേഷിനോടല്ലേ. എടാ നികേഷേ, നിനക്ക് ഇത്രയ്ക്ക് സുഖമില്ലേ? നന്നായി പനിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നികേഷിൻ്റെ അടുത്തേക്ക് സുധീഷ് ചെല്ലുന്നുണ്ട്. അത് കണ്ട് ദേഷ്യം വരുന്നുണ്ട് സുഭാഷിന്. സുഭാഷ് സുധീഷിനോട് പറയുന്നുണ്ട്, ദേ, ബുദ്ധിയുണ്ടോടാ? നിന്നോട് ഞാൻ ഇവനെ നോക്കാൻ പറഞ്ഞിട്ട് പോയതല്ലേ? നിനക്ക് പറ്റില്ലെങ്കിൽ അന്നേരം പറയണം. എന്ത് പറ്റി ചേട്ടാ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എടാ, ഞാൻ രാവിലെ പണിക്ക് പോകുന്ന സമയത്ത് നീ എന്നോട് എന്താ പറഞ്ഞത്? ഞാൻ എവിടെയും പോകുന്നില്ല, ഇവനക്ക് പനിയല്ലേ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം, ഞാൻ അവനെ നന്നായി നോക്കിക്കോളാം, അവനക്ക് ഭക്ഷണവും മരുന്നൊക്കെ എടുത്തു കൊടുത്തോളാം എന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞത്. നിന്നെ വിശ്വസിച്ചല്ലേടാ ഞാൻ അവനെ ഇവിടെ തനിച്ചാക്കി പോയത്. എന്നിട്ട് നീ നിൻ്റെ ഇഷ്ടത്തിന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി അല്ലേടാ? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ചേട്ടാ, അവൻ വലിയ കുട്ടിയല്ലേ,
ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, തനിച്ചിരുന്നു വെച്ച് എന്താ പ്രശ്നം? ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, ദേ നീ പറഞ്ഞിട്ടല്ലേ ചേട്ടൻ പണിക്ക് പോയത്, നീ ഇവിടെ ഇരുന്നോളാം, നന്നായി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ ഇഷ്ടത്തിന് നീ അങ്ങ് ഇറങ്ങി പോവുകയാണോ? ചെറിയ പയ്യനായാലും വലിയ പയ്യനായാലും സുഖമില്ലാത്ത സമയത്ത് കൂടെ ആരെങ്കിലും വേണം. നീ അവനവിടെ തനിച്ചാക്കി ഊരു ചുറ്റാൻ പോയല്ലേ? രാത്രി പണി കഴിഞ്ഞ് വന്ന ചേട്ടനാണ് പനിച്ച് വിറച്ച് കിടക്കുന്ന നികേഷിനെ കണ്ടത്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ അപസ്മാരം പോലെയുള്ള അസുഖം വരുമായിരുന്നെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് കേട്ട് സുധീഷ് നികേഷിനോട് ചോദിക്കുകയാണ്, അല്ലടാ നികേഷേ, അങ്ങനെയാണോ? ഇത് കേട്ട് സുഭാഷിന് ദേഷ്യം വരുന്നുണ്ട്. എന്ത് ഇത്ര നിസ്സാരമായിട്ടാണ് നീ അങ്ങനെയാണോന്ന് ചോദിക്കുന്നത്? എടാ, നിന്നെ ഉത്തരവാദിത്തത്തോടെ ഒരു ജോലി ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ ഞാൻ ഏൽപ്പിച്ചതല്ല, നീ സ്വയം ഏറ്റെടുത്തതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ അത് ഭദ്രമായി ചെയ്തു തീർക്കേണ്ടതല്ലേ? നിന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ പാടുണ്ടോ? നീ ഇത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാത്തവനായി പോയല്ലോ. നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്ന് കരുതി ഇത്ര ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് സുധീഷേ. ചേട്ടാ, ഇവൻ്റെ കയ്യിൽ ഫോണുണ്ടല്ലോ, അത്രയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണെങ്കിൽ എനിക്ക് അവനെ വിളിക്കാമായിരുന്നല്ലോ. ഉടനെ തന്നെ ഞാൻ വന്ന് ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നല്ലോ. എടാ നികേഷേ, നീ എന്താ എന്നെ വിളിക്കാതിരുന്നത്? സുധീഷ് പെട്ടെന്ന് നികേഷിനെ തൊടാനായി അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, വേണ്ട വേണ്ട ചേട്ടാ, എന്നെ തൊടണ്ട. ചേട്ടൻ അറിയാമോ എന്നെ എൻ്റെ ഏടത്തി എത്രമാത്രം നന്നായിട്ടാണ് അന്ന് നോക്കിയതെന്ന് അറിയാമോ? ഏടത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നന്നായി നോക്കുമായിരുന്നു. ഇത് കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. എന്താണ് നീ ഏടത്തി എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ഭാര്യ ആയതിനു ശേഷമല്ലേ നിനക്ക് ഏടത്തിയായതും നിൻ്റെ ചേട്ടന് അനിയത്തിയായതും? എന്നെ ഇഷ്ടമില്ലാത്തവളെ എന്തിനാടാ ഏടത്തി അനിയത്തി എന്നൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൾ എന്നെ വേണ്ടാന്ന് വെച്ച് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി. അതോടെ നിങ്ങളുമായിട്ടുള്ള ബന്ധവും തീർന്നു. അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇത് കേട്ട് നികേഷിന് സങ്കടം വരുന്നുണ്ട്. അവൻ കരഞ്ഞുകൊണ്ട് സുധീഷിനോട് പറയുന്നുണ്ട്, നീ കാരണമാണ് ഏടത്തി ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. നീ ശരിയായൊരു ഫ്രോഡാണ്. കള്ളത്തരങ്ങൾ കാട്ടിയതുകൊണ്ടും മര്യാദയില്ലാതെ ഏടത്തിയോട് പെരുമാറിയതും കൊണ്ടാണ് ഏടത്തി ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ച് സുധീഷ് നികേഷിൻ്റെ മണ്ടക്കിട്ടൊരു കൊട്ടു കൊടുക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ഹരീഷ് സുധീഷിനെ പിടിച്ചങ്ങ് തള്ളുന്നുണ്ട്. നീ എന്താടാ ഈ ചെയ്യുന്നത്? സുഖമില്ലാതിരിക്കുന്ന അവൻ്റെ തലക്കിട്ടാണോ നീ കൊട്ടുന്നത്? തീരെ സുഖമില്ലാതിരിക്കുന്ന അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സമയത്താണോടാ അവനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് കേട്ട് സുധീഷ് ദേഷ്യത്തോടെ ഹരീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താടാ നീ പറഞ്ഞത്? നിങ്ങൾക്കെല്ലാവർക്കും എന്നെ കാണുമ്പോൾ ഒരു കോമാളിയായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളത് എല്ലാം വിളിച്ചു പറയുവാണല്ലോ. എന്താടാ നീ പറഞ്ഞത്? ഇനി പറയോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഹരീഷിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അങ്ങനെ ഹരീഷും സുധീഷും പഴയതുപോലെ നല്ല അടിയാവുന്നുണ്ട്. എന്നാൽ സുഭാഷ് പെട്ടെന്ന് വന്ന് നിർത്തടാ എന്ന് പറയുമ്പോൾ രണ്ടാളും രണ്ട് വശത്തേക്ക് അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഒരുത്തൻ സുഖമില്ലാതിരിക്കുന്നു, അതിന് അവൻ്റെ മുന്നിൽ വെച്ചാണോ ഇങ്ങനെ വഴക്കടിക്കുന്നത്? വിവരമില്ലടാ നിങ്ങൾക്കൊന്നും. നിനക്കൊക്കെ സ്വന്തം കാര്യം മാത്രമല്ലേ നടക്കേണ്ടൂ എന്ന് ചോദിച്ചുകൊണ്ട് നികേഷിനെ പിടിച്ച് റൂമിലേക്ക് പോകുന്നുണ്ട് സുഭാഷ്. അവരൊക്കെ അടിച്ച് ചാവട്ടടാ എന്ന് പറയുകയാണ് നികേഷിനോട്. സുഭാഷ് നികേഷിനെ റൂമിൽ കൊണ്ടിരുത്തി ഞാൻ നിനക്ക് കഞ്ഞി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം നികേഷിന് വല്ലാണ്ട് സങ്കടം വരുവാണ്. അവൻ കരയുന്നുണ്ട്. പെട്ടെന്ന് ഫോണെടുത്ത് നിധിയെ വിളിക്കുന്നുണ്ട്. ഫോൺ അടിക്കുന്നത് കേട്ട് നിധി പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ്. നികേഷിൻ്റെ കോള് കണ്ടതും നിധിക്ക് സന്തോഷമാവുന്നുണ്ട്. സന്തോഷത്തോടു കൂടി നികേഷേ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും നികേഷ് പെട്ടെന്നങ്ങ് കരയുന്നുണ്ട്. അത് കേട്ട് നിധിക്ക് സങ്കടം വരുന്നുണ്ട്. എടാ നികേഷ്, നീ എന്തിനാണ് കരയുന്നത്? എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. അത് ഏടത്തി, നിങ്ങൾ എന്തിനാ ഏടത്തി ഇവിടുന്ന് പോയത്? നിങ്ങൾ പോയതിന് ശേഷം ഈ വീടേ അല്ല, പഴയതുപോലെ എല്ലാവരും ഇവിടെ വഴക്കിട്ട് തുടങ്ങി. നിങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എനിക്ക് പനിയാണ്, എന്നെ നോക്കാൻ ആരുമില്ല, എനിക്ക് തനിച്ചായതുപോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. എനിക്ക് ഏടത്തിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഏടത്തിയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. കരഞ്ഞുകൊണ്ടാണ് നികേഷ് പറയുന്നത്. കരയാതെ നികേഷേ, നീ ഡോക്ടറെ കണ്ടോ? നീ പനിയാണെന്ന് പറഞ്ഞല്ലോ.
ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് നികേഷ് പറയുന്നുണ്ട്, ആ ഡോക്ടറെ കണ്ടു, ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒട്ടും സുഖമില്ല, എൻ്റെ ശരീരത്തിനും സുഖമില്ല, എൻ്റെ മനസ്സിനും സുഖമില്ല, ഏടത്തി ഇല്ലാത്തത് കൊണ്ടാണ്. പ്ലീസ് ഏടത്തിക്ക് തിരിച്ചു വന്നൂടെ, എന്നെ ഓർത്തെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നൂടെ ഏടത്തി, പ്ലീസ്. ഇല്ലട നികേഷ്, ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിധി നമ്മുടെ നികേഷിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുപാട് നേരം അവനുമായിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ സംസാരിച്ച് കഴിഞ്ഞിട്ടും നികേഷിന് ഒരു സമാധാനം കിട്ടുന്നില്ല. അവൻ കിടന്ന് കരഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ നിധി കൂട്ടിലേക്ക് വരുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നതും ഭാസ്കറിനെ കാണുന്നുണ്ട്. നിധി വളരെ ദേഷ്യത്തോടു കൂടി ഭാസ്കറിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. ഭാസ്കറിനാണെങ്കിൽ നിധിയുടെ മുഖത്തേക്ക് നോക്കാനേ കഴിയുന്നില്ല. നിധി ദേഷ്യം പിടിച്ചാണ് വന്നിരിക്കുന്നതെന്ന് ഭാസ്കറിന് മനസ്സിലാവുന്നുണ്ട്. നിധി പെട്ടെന്ന് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. നിധിയെ കണ്ടതും എല്ലാവരും ഒരു അത്ഭുതത്തോടു കൂടി നിധിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. നിധി പെട്ടെന്ന് നികേഷിൻ്റെ അടുത്തിരുന്ന് എഴുന്നേറ്റിരുത്തുന്നുണ്ട്. നിധി എടുത്തിയോ എന്നിങ്ങനെ നികേഷും അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. നിധി നികേഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നികേഷ്, നിനക്കിതെന്താ എപ്പോഴും ഇങ്ങനെ പനി വരുന്നത്, ചെറിയ പിള്ളേരെ പോലെ? അല്ല, നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? കുടിക്കുന്നുണ്ട് എന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് ഇങ്ങനെ മാറി നിന്ന് ചിരിക്കുകയാണ്. അങ്ങനെ സുഭാഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നീ എങ്ങനെയാണ് ഇവനക്ക് പനിയുള്ള വിവരം അറിഞ്ഞത്? ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, അത് ചേട്ടാ, ഞാനാണ് ഏടത്തിയെ വിളിച്ച് കാര്യം പറഞ്ഞത്. നിധി കുറച്ച് പരിഭവത്തോടു കൂടി സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചതല്ലേ, അന്നേരം നികേഷിന് സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൻ സുഖമായിട്ടിരിക്കണമെന്നല്ലേ പറഞ്ഞത്, എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? അത് അവന് പനിയാണെന്ന് പറഞ്ഞ് നിന്നെ കൂടി എന്തിനാ വിഷമിപ്പിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു, അതുകൊണ്ടാണ് സത്യം പറയാതിരുന്നത്. ഇത് കണ്ട് നിധി പെട്ടെന്ന് നികേഷിനെ തൊട്ടു നോക്കുന്നുണ്ട്. ചേട്ടാ, നന്നായി പനിക്കുന്നുണ്ട്, അല്ല ഹോസ്പിറ്റലിൽ പോയില്ലേ, ഗുളികയൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഇനി എനിക്ക് ഗുളികയും വേണ്ട മരുന്നും വേണ്ട, എടുത്ത് വന്നില്ലേ, ഇനി എൻ്റെ പനിയെല്ലാം തനിയെ മാറിക്കോളും. ഇതെല്ലാം കേട്ടുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മനസ്സിൽ അവൻ ചിന്തിക്കുകയാണ്, ഇത് തന്നെയാണ് തക്ക സമയം, എന്തായാലും അവളോട് ഇടപഴകാൻ കിട്ടുന്നൊരു സമയമല്ലേ, അത് പാഴാക്കണ്ട എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിധിയോട് ചോദിക്കുകയാണ്, അല്ല നീ എന്തിലാ വന്നത്? എന്നാൽ ഇത് കേട്ട് നിധി ഒന്നും മിണ്ടുന്നില്ല, കേൾക്കാത്ത മട്ടിലിരിക്കുകയാണ്. ഉടനെ സുഭാഷിന് മനസ്സിലാവുന്നുണ്ട് നിധി ഇങ്ങനെ അഭിനയിക്കുകയാണെന്ന്. സുഭാഷ് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് ഞാൻ ചായ എടുക്കട്ടെ? ആ ശരിയെന്ന് നിധി പറയുന്നുണ്ട്. പിന്നീട് നികേഷും നിധി ഇരുന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോളേജിലെ കാര്യവും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധീഷ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ നിധിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ നിധി അതിനൊന്നും മറുപടി പറയുന്നില്ല. ഹരീഷിന് ചിരി വരുന്നുണ്ട്. ഹരീഷ് കുറച്ച് സമയം കഴിഞ്ഞതും സുധീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പതിയെ സുധീഷിനോട് പറയുന്നുണ്ട്, നീ കുറേ നേരമായല്ലോ പല ചോദ്യങ്ങളും അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഒരു ചോദ്യത്തിന് പോലും അവർ മറുപടി പറഞ്ഞില്ല, നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? സുഭാഷ് എല്ലാവർക്കും ഉള്ള ചായ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ആ ചായ കുടിച്ചുകൊണ്ട് നിധി ആസ്വദിച്ച് കുടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഈ ചായ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. മോളെ, നീ വരുന്നത് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചേനെ. എന്നാലും ഞാൻ ദോശ ഉണ്ടാക്കി തരാം, നിനക്ക് ഇഷ്ടമുള്ള ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോവാമെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് നിധി പറയുന്നുണ്ട്, വേണ്ട ചേട്ടാ, ഈ ചായ തന്നെ ധാരാളം. എന്നാൽ സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടുന്ന് നേരെ ഓഫീസിലേക്കാണോ പോകുന്നത്? ഇത് കേട്ട് നിധി ഒന്നും മിണ്ടുന്നില്ല. നിധിയുടെ മുഖത്തേക്ക് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, നിധി മിണ്ടാതിരിക്കുന്നത് കണ്ട്. ഉടനെ തന്നെ ഹരീഷ് കളിയാക്കി ചിരിക്കുകയാണ്. ഇത് കണ്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. എടുത്തി വരുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് നികേഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് സുഭാഷ് നിധിയോട് പറയുന്നുണ്ട്, നിധി, ഇവന് പനി വന്നത് നീ പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു, നിന്നെ കാണണം, നിന്നോട് സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പ്ലീസ് എടുത്തി വീട്ടിലേക്ക് തിരിച്ചു വാ എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ നികേഷ്, നീ എന്തായി പറയുന്നത്, മിണ്ടാതിരിക്കേ എന്ന് പറയുമ്പോൾ നികേഷ് വീണ്ടും പറയുന്നുണ്ട്, എടുത്തിയില്ലാതെ ഒരു സുഖമില്ല, ഈ വീടേ അല്ല, എനിക്ക് എടുത്തിയെ വേണം, എടുത്തി വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വാ പ്ലീസ് എന്നിങ്ങനെ കെഞ്ചിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കേട്ട് നിധി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. പെട്ടെന്ന് നികേഷ് പറയുന്നുണ്ട്, ഇവിടുത്തെ പ്രശ്നം സുധീഷ് ചേട്ടനല്ലേ, അതുകൊണ്ട് നമുക്ക് സുധീഷ് ചേട്ടനെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാം, എന്നിട്ട് ഈ വീട്ടിലേക്ക് വാ
ഇത് പറഞ്ഞതോടുകൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിന് ചായ അങ്ങ് തരിപ്പിൽ കയറുകയാണ്. ചുമച്ച് നിൽക്കുന്നുണ്ട് സുധീഷ്. പ്ലീസ് എടുത്ത് വീട്ടിലേക്ക് വാ എന്ന് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല നികേഷ് എന്ന് നിധി പറയുന്നുണ്ട്. എന്താ ശരിയാവാത്തത്? സുധീഷിനേട്ടനെ ഇവിടുന്ന് പോട്ടെ, വേണമെങ്കിൽ കാറിൽ പോയി കിടക്കട്ടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കിടക്കട്ടെ, ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇല്ലാതെ എനിക്കിവിടെ പറ്റുന്നേ ഇല്ല എന്ന് നികേഷ് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഹരീഷ് സുധീഷിനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സുധീഷിൻ്റെ അടുത്ത് ചെന്ന് ഇരുന്ന് പറയുന്നുണ്ട്, കേട്ടില്ലേ നികേഷ് പറഞ്ഞത്? അതേടാ, ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും എന്നോട് സ്നേഹമില്ല, അവളോടാണ് കൂറെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സുഭാഷേട്ടനും മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ? അതാണ് എനിക്ക് അത്ഭുതമെന്ന് സുധീഷ് പറയുന്നുണ്ട്.